വീതം പൊക്കി ഭാര്യ ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു. ഒരു ഉപയോഗമില്ലാത്ത ആണുങ്ങള്. இந்த ആണുങ്ങളെ കുറ്റം പറയണോ? നിങ്ങൾ ആണുങ്ങൾ കണ്ടുപിടിച്ചാൽ കണ്ടുപിടിക്കണം എന്തെങ്കിലും. നിങ്ങൾ ആണുങ്ങൾ എന്ത് തേങ്ങ കണ്ടുപിടിച്ചത്? വിമാനം കണ്ടുപിടിച്ച് ഞങ്ങൾ ആണുങ്ങളാണ്. ബൾബ് കണ്ടുപിടിച്ച് ഞങ്ങൾ ആണുങ്ങളാണ്. വെറുതെ ബൾബ് നിങ്ങളെ മാർക്ക് ഇടക്കിടക്ക് ഫീസ് പോകുന്നുണ്ട്. ബൾബ് ഉടക്കട്ടെ, ഫ്രിഡ്ജ് കണ്ടുപിടിച്ചാരാ? ഞങ്ങൾ ആണുങ്ങളാണ്. JCB കണ്ടുപിടിച്ചതേ ഞങ്ങൾ പെണ്ണുങ്ങളാണ്. അതിന്റെ വല്യമ്മക്കാരം ജാസി കണ്ടുപിടിച്ച ഞങ്ങൾ ആണുങ്ങളാണ്. വെറുതെ നിങ്ങൾക്ക് മാന്തിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ പെണ്ണുങ്ങൾ തേങ്ങ പിള്ളേ കണ്ടുപിടിച്ചിട്ടില്ല. സുനിത വില്യംസേ പൊന്നാനിക്കല്ല പോയത്, ബഹിരാകാശത്തേക്കാണ് പോയത്. അത് ഞങ്ങൾ ആണുങ്ങൾ കണ്ടുപിടിച്ച റോക്കറ്റില്. ഞങ്ങൾ പെണ്ണുങ്ങളും കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചിരുന്നു കേട്ടാ. ആ കണ്ടുപിടിച്ചിരിക്കണോ? അസൂയ, കുശുമ്പ്, കുച്ചിപ്പുറ്റി, മാങ്ങത്തിൽ അങ്ങനെ എല്ലാം മാണ്ടത്തെല്ലാം സംഭവം കണ്ടുപിടിച്ചിരിക്കണേ. വേണ്ട, ഞങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യണ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറയേ എന്താണ് ഞാൻ ചെയ്ത് കാണിച്ചതാ? ഈ കാണുന്ന മുറ്റം മുഴുവൻ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് അടിച്ചിട്ട് തരാൻ പറ്റുമോ? അതേപോലെ ആനക്കാരം ഇപ്പൊ കാണിച്ചതാ. ഇതപ്പോ വലിയ പണി അത് കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഈ പേര മൊത്തം തുറക്കാൻ പറ്റുമോ? 5 മിനിറ്റ് 2 മിനിറ്റ് മതി. മഫോടെ സുഖറാക്കൊരു ഒച്ചപ്പാട് ഒരു ഉപകാരം വിചാരിച്ചിരുന്നത് ഇന്റെ പെണ്ണുങ്ങളെ ഞാൻ തല്ലും ചെയ്യും കൊല്ലും ചെയ്യും. ആരുടെ ഇന്നാക്കാന് സ്വന്തം കെട്ടിയോ തല്ലിനതേ വലിയ ആണത്തുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് തരാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കി ഇതുവരെയുള്ള വാപ്പ എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ഉത്സവമുള്ളടാ മൊച്ചമോർ നാസറെ സ്വന്തം പെണ്ണുങ്ങളെ പൈസ പൈസക്ക് നക്കി കുത്തർക്കാനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കടാ. അന്നൊക്കെ പെണ്ണ് ടീച്ചർ ഓലെ കോലിമ തൂക്കണം. ഓളെ ബാപ്പ 10 പാവം തരാനിട്ട് 5 പാവം തന്നിട്ടുള്ളൂ. 3-4 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇതുവരെ ഒരു തരി സ്വർണ്ണം പിന്നെ തന്നിട്ടില്ല എനിക്ക്. അന്റെ ഈ തിരുമുഞ്ചിക്ക് 5 പാവനെ കിട്ടിയത് വലിയ ഭാഗ്യാണ്. പെണ്ണിനെ മഹാദാനല്ലേ, പിന്നെ സ്ത്രീധനം. അല്ലെങ്കിൽ ഈ നാട്ടിൽ നല്ല ചെക്കന്മാർക്ക് പെണ്ണിട്ടില്ല. അന്നെ പോലത്തെ എരപ്പാളിക്ക് പെണ്ണും കിട്ടും. അന്റെ പെരക്കാതെ അന്വേഷിക്കാതെ മറിയാതെ എന്നെ കൊണ്ട് കെട്ടിച്ചത്. മൂപ്പര് മൂലേരെ മോനേതുകൊണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ചത്. അധികമാണെങ്കിൽ അന്വേഷിച്ചിട്ടുമില്ല. മൂലേരായാലും നഗപ്പാപ്പാരായാലും ഇനിയിപ്പോ ഏത് ജാതി മതക്കാരായാലും ശരി, മക്കളെ കെട്ടിച്ചുമ്പോ നല്ലോണം അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇതേമാർക്ക് തെണ്ടിയാളെ കിട്ടും. അത് ശരിയാണ്. അന്നെ കെട്ടിപ്പോ ഞാൻ അന്വേഷിച്ചില്ലല്ലോ, അതാ ഞാൻ പെട്ടത്. നിങ്ങൾക്ക് പഠിച്ചതിനടുത്ത് നിങ്ങൾക്ക് പെണ്ണേ ഇല്ല. ഇനി കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങളെ കിട്ടിയത്. എടി ഇതെന്നെ കെട്ടും കടക്കിരുത്തി കാണുമ്പോ എന്റെ പരിക്ക് പോവാൻ നോക്കാം. അല്ല ആരുടെ ആവ് പറയാൻ എന്റെ പോറ ഞാൻ അടിച്ചൊരു പൊളിച്ചേക്കരാം. ബോധം പിന്നെ മൂപ്പർക്ക് പണ്ടേ ഇല്ലല്ലോ. തലച്ചോറില്ലാത്തതിന് പിന്നെ തലച്ചോറിന് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. എന്തേ മൈമോനെ പെറ്റാ? ഭാര്യ ഭർത്താവിന്റെ അവീതം